ഹായ് ഗായ്സ്. അപ്പോ കുറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇന്ന് വന്നിട്ടുള്ളത് Q&A ആയിട്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഓരോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് Q&A ഒക്കെ ഇടണം, എല്ലാ വീക്കിലും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ തരണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വൃത്തികെട്ട മനസ്സ് അതിനെ സമ്മതിക്കാറില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും കാണില്ല, പക്ഷെ എന്നാലും ഞാനാണെങ്കിൽ വിട്ടുപോയി, ഇങ്ങനെ എടുക്കാനായിട്ട് വിട്ടു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് വലിയ കുഴപ്പമില്ല, എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇത് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. കാരണം എനിക്ക് ഇവിടെ വൈഫൈ ഇല്ല. അപ്പൊ ഞാൻ എന്റെ ഫോണിലെ നെറ്റ് വെച്ചിട്ട് വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതൊരു തരത്തിൽ അപ്ലോഡ് ആവത്തുമില്ല. ഞാൻ ആഡ് ഓൺ പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലടക്കം അപ്ലോഡ് ആയി കിട്ടത്തില്ല. ഭയങ്കര പാടാണ്. എന്തുവാ ടോബിനെ മണപ്പിക്കുന്നത്? ടോബി ഇവിടെ നിൽപ്പുണ്ട്, ഓടിപ്പോയി. ഇപ്പൊ നമുക്ക് ഫാനൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാം, കാരണം നമ്മൾ മൈക്ക് മേടിച്ചല്ലോ. അപ്പൊ ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് ഒന്നും വരത്തില്ല. അപ്പോ പക്ഷെ നമ്മൾ ജനലൊക്കെ അടയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ജനൽ അടയായിരിക്കും ഗൈസ്. എന്തെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A സെഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതിനൊക്കെയുള്ള ആൻസേഴ്സ് ഇന്ന് ഞാൻ തന്നിട്ടേ പോത്തോളൂ. ഇനിയെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ലൈക്ക് എനിക്ക് ഇടണമെന്നുണ്ട്, ആൻസേഴ്സ് ഒക്കെ എനിക്ക് ഇടണമെന്നുണ്ട്. ബട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രശ്നം ഇതാണ്, അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല, എഡിറ്റ് ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യും. ബട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇന്ന് തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 49 എന്തോ നമുക്ക് ഒരു ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡേറ്റ് കിട്ടത്തില്ലേ, അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. ഓക്കെ. അപ്പൊ കഴിഞ്ഞതിന് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് ആൻസേഴ്സ് തന്നത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും എല്ലാം എന്റെ ഈ ഫോണിനകത്തോട്ട് ആക്കിയിട്ട്, ഈ ഫോണിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഞാനിപ്പോ അതിലെവിടെ ഉണ്ട് കേസ് ഞാൻ. അപ്പം ഇതിനകത്തോട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ഇത് നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് ആൻസേഴ്സ് എല്ലാം ഞാൻ പറയാം ഗൈസ്. ഈ മൈക്ക് ഏതാണ്, ഏത് കമ്പനീന്റെ ആണ്, ഇത് കൊള്ളാമോ എന്നൊക്കെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാനാണെങ്കിൽ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നിങ്ങൾ അത് പോയിട്ടൊന്ന് കണ്ടു നോക്കുക. മൈക്ക് കൊള്ളാം, ക്വാളിറ്റി ബേസിൽ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ ചെറുതായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്തൊരു കിരുകിരാ വരുന്നുണ്ട്. അല്ലാണ്ട് കുഴപ്പമില്ല, കൊള്ളാം. ഒരു ആവറേജ് സാധനമാണ്. പിന്നെ 400-നൊക്കെ അത്ര ആ റുപ്പീസിനൊക്കെ പറ്റിയ ഒരു സംഭവമാണത്. ഓക്കെ, നമുക്ക് അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോ എനിക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ കേൾക്കാൻ പറ്റുമോ? അത് കയ്യിൽ പിടിക്കണോ? കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ടിപ്സ് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ വൈറ്റനിങ് സ്കിൻ സ്കിൻ ബെസ്റ്റ് വൈറ്റനിങ് ക്രീം പറഞ്ഞു തരുമോ? അപ്പൊ ഈ വൈറ്റനിങ് ക്രീമിന്റെ കാര്യം എനിക്ക് പറയാനായിട്ട്, ഇത് യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതൊട്ടും നല്ലതല്ല. സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ഒട്ടും നല്ലതല്ല. സോ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളുടെ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ്. ഇപ്പോ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് കോജിക് ആസിഡിന്റെ ഒക്കെ ഒരുപാട് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കളർ വെക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ക്രീമൊക്കെ നിങ്ങളൊന്ന് മേടിച്ച് നോക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യാവൂ. സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് മേടിച്ച് യൂസ് ചെയ്താൽ അതിനേക്കാളും വലിയ പണികൾ കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഓരോ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലൂട്ടത്തൈൻ, അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. പിന്നെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എന്താ റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മുട്ടേന്റെ ഒക്കെ വെള്ളയില്ലേ, എഗ് വൈറ്റും ലെമണും കൂടെ എടുത്തിട്ട് അതിനെ മറ്റേ നമ്മള് പാനിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പൊ അതൊരു കേർഡിന്റെ തൈരില്ലേ, തൈര് കൂട്ടായിട്ട് വരും. അന്നേരത്തേന് അതിനെ എടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫേസിൽ ഇടുന്ന നല്ലതാണ്. നമ്മുടെ വീക്കിലൊക്കെ ഒരു 3 ടൈംസ് ഒക്കെ ഇടാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യും. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫേസിൽ ഒന്ന് ആവി പിടിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എനിക്കിത് പൊതുവെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെന്ന് പറയുമ്പോഴത്തേനും അലോവേര ജെല്ലും അതിന്റെ കൂടെ തന്നെ മിൽക്ക് ഒഴിക്കത്തില്ല, ഇത് രണ്ടും കൂടെ മാത്രം മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അപ്പൊ അടുത്തേന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഇത് ഒരു കയ്യിൽ പിടിച്ചു. കാരണം ഇത് അല്ലാണ്ട് എനിക്ക് വെക്കുമ്പോഴത്തേനും മര്യാദയ്ക്ക് അത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എടുത്ത് ഒരു കയ്യിൽ പിടിച്ചത്, വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത വന്നിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ അല്ല, ഒരു സംഭവം ഒരു പറഞ്ഞേക്കാം. ഐ എം എ ന്യൂ കോണ്ടന്റ് ക്രിയേറ്റർ ഫ്രം പുനലൂർ, വിൽ മീറ്റ് സം ഡേ സംവെയർ അൺഎക്സ്പെക്ടഡ്ലി. ഓക്കെ, അപ്പൊ പുനലൂരുള്ള ഇത് ആരാഴ്ച എനിക്ക് അറിയില്ല. അപ്പൊ പുനലൂരുള്ള പുതിയതായിട്ട് ആയ ആയ കോണ്ടന്റ് ക്രിയേറ്റർ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് കാണാം. ഇൻഷാല്ല കാണാം. ഇതിലെ കൂടെ ഒരു പട്ടിക്കുട്ടി ഓടി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ടോബി കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്. ഞാൻ നോക്കിയിട്ട് വരട്ടെ. ചേച്ചി എങ്ങനെയാണ് 2 ഇയേഴ്സ് ഉള്ള റിലേഷൻ നിന്ന് ഹീൽ ആവാൻ പറ്റുക? ചേച്ചി എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അങ്ങനൊന്നും ഇല്ല. നമ്മള് അയ്യോ ഇതിനെങ്ങനെ ഹീലാവും, ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് എന്തോ ചെയ്യും, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നാൽ നമുക്ക് അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ ഇരുന്ന് പോവത്തേ ഉള്ളൂ. അപ്പോ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം. ഞാൻ പുതുതായിട്ട് ഓരോരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാറാണ് എന്റെ എന്റെ ഒരു അതിപ്പോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒരു വിഷമം വരണമെന്നില്ല. ഞാനിപ്പോ എന്തെങ്കിലും എനിക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും എനിക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ പോയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്റെ മുടി ഞാൻ പോയിട്ട് കട്ട് ചെയ്യും. പാർലറിലൊന്നും പോയിട്ട് കട്ട് ചെയ്യണല്ല, ഞാൻ സ്വന്തമായിട്ട് സിസേഴ്സ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്യും, കളർ അടിക്കും, പിന്നെ മുഖത്തൊക്കെ ഒരെണ്ണൊക്കെ പരീക്ഷയൊക്കെ നോക്കും. പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഫുഡ് കഴിക്കും, ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് എന്താ വേറെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ച സംഭവമേ അല്ല. പക്ഷെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിലോട്ട്, പുതിയ പുതിയ ഓരോരോ മേഖലകളിലോട്ട് ഞാനാണെങ്കിൽ കൂടുതലും പോവാറുണ്ട്. നമ്മളങ്ങനെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേനും നമ്മൾ ഈ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും നമ്മൾ ആലോചിക്കത്തില്ല. നമ്മളിങ്ങനെ അയ്യോ ഇനിയിപ്പോ ഇതിനെ പറ്റി നമ്മൾ എന്തോ ചെയ്യും, ഇനി എന്തോ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഇരുന്ന് പോകുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ അല്ലാണ്ട് നമുക്ക് തോന്നുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഫ്രണ്ട്സ് ആയിട്ട് പുറത്തൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് മൂവ് ഓൺ ആയി. സൂപ്പർ ഐഡിയ ആണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഇൻസ്പയർഡ് യു ഫോർ സ്റ്റാർട്ടിങ് അപ്പ് യൂട്യൂബ് ചാനൽ? എനിക്ക് യൂട്യൂബ് ചാനൽ എടുക്കാനായിട്ട് അങ്ങനെ ഇൻസ്പയർ ചെയ്ത പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കിങ്ങനെ ഞാൻ ഇതുവരെ യൂട്യൂബിനകത്തോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് പണ്ടോട്ടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നേ വരെ യൂട്യൂബിനകത്ത് വന്നിട്ടില്ല. അപ്പൊ എനിക്കിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ എന്റെ അമ്മയും പപ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ എടുക്ക്. എന്റെ അടുത്ത് ഇപ്പോഴല്ല കേട്ടോ, ഒരു 2-3 ഇയേഴ്സ് മുന്നേ തൊട്ടേ അമ്മ പറയുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എടുക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എന്നാ ഒന്ന് എടുത്തു നോക്കാം, ഇത് എങ്ങനെയായിരിക്കും എന്ന് അറിയാം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് എന്താ സംഭവങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഇതേ കൂട്ടിരുന്ന് ചില അലക്കാറുണ്ട്. ഇതൊക്കെ ഉള്ളല്ലാണ്ട് എന്റെ അമ്മയാട്ടോ, അമ്മ ഇങ്ങനെ എടുക്കുന്ന് പറഞ്ഞു അമ്മയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും പിന്നെ അതേ കൂട്ട് എന്റെ യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ എടുത്തൊരു സംഭവമാണ് യൂട്യൂബ് ചാനൽ, അല്ലാണ്ട് ആരെയും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തൊന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാര്യം ചെയ്തിട്ട് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു എന്ന ഒരു കാര്യം അടുത്ത ടൈമിൽ ഉണ്ടായത്? ഞാൻ എന്തേലും ചെയ്തിട്ട് ചെയ്യേണ്ട ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ഹെയർ കളർ ചെയ്തായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ സലൂണിലൊന്നും പോയിട്ടല്ല, ഞാൻ സ്വന്തമായിട്ട് വീട്ടിലല്ല കേട്ടോ, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് അവളിനെ കൊണ്ട് ഞാൻ ഹെയറിൽ കളർ ചെയ്യിപ്പിച്ചാണ്. അപ്പൊ കളർ ചെയ്തപ്പോഴത്തേനും ഞാൻ ആ ഹെയർ കളർ ഞാൻ ഓൺലൈൻ വഴി എടുത്തതാണ്. അപ്പൊ ഓൺലൈനകത്ത് ഓരോരുത്തർ ചെയ്തിട്ടുള്ള പിക്കൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ച ഒരു എന്താ പറയാ ഒരു ബ്രൗണിഷ് റെഡ് ആണ് സംഭവം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ കളർ മേടിച്ചത്. അപ്പൊ ഞാൻ മേടിച്ച് ഇത് ചെയ്യുന്നതല്ല, ഞാനാണെങ്കിൽ ആ മറ്റേ ഡപ്പയ്ക്കകത്തൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്ന ടൈമിലും ആ കളർ അത്ര ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള റെഡ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചിട്ട് ഞാൻ കളറൊക്കെ ചെയ്ത് എന്റെ ഫസ്റ്റ് വാഷ് കഴിഞ്ഞ് ഞാൻ കളറൊക്കെ ചെയ്തിട്ട് വാഷൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേനും കണ്ണാടി നോക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞ എന്റെ ഹെയറിൽ ഞാൻ അങ്ങനെ ഭയങ്കര കളർ ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയറിന് തൊട്ട് താഴെ ഏറ്റവും താഴെ മാത്രമേ ഞാൻ അങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ അടിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ തലേന്ന് മേലോട്ട് ചെയ്തു. അപ്പൊ ഞാൻ അവർക്കടുത്ത് പ്രത്യേകം പറഞ്ഞു, എടി എനിക്ക് മേലിൽ നിന്ന് എനിക്ക് കളർ വേണം, അപ്പൊ നീ ആണെങ്കിൽ മേളിൽ കുറച്ച് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവള് ചെയ്തപ്പോഴത്തേനും ഞങ്ങൾ പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ, അപ്പൊ ഞങ്ങൾ ചെയ്തു വന്നപ്പോഴത്തേനും മേളിലൊക്കെ ചെയ്തപ്പോൾ കുറച്ച് കൂടിയും പോയി. ഞാൻ അങ്ങനെ കണ്ണാടി നോക്കിയപ്പോഴത്തേനും എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്താ പറയാ ഒരു സിനിമയിലെ മറ്റേ ജഗതിയാന്ന് തോന്നുന്നു, ഒരു സിനിമയ്ക്കകത്ത് വരത്തില്ല, എനിക്ക് അതുകൂട്ടാ തോന്നിയത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോഴത്തേന്. എനിക്ക്
എനിക്ക് എന്റെ മുടി അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങ് ഭയങ്കര വിഷമമായി പോയി. ഞാൻ അങ്ങനെ അവളിനോട് എനിക്ക് സാധാരണ ഈ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് അടക്കാൻ എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നില്ല. ഹെയർ കുളമായാലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഇത് കളർ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഞാനിങ്ങനെ അവളിനോടെ പറഞ്ഞു, എടി ഇത് കുളമായല്ലേ, വൃത്തികേടായി, ഇനി എന്തോ ചെയ്യുമെന്നൊക്കെ ഞാൻ അവളിനോടെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞെടി ഇല്ലടി അടിപൊളിയായി, നീ ഇപ്പളാ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് കാണിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിയാണ് അവള്. അപ്പൊ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും മമ്മിയൊക്കെ എന്നെ പുച്ഛിച്ച് തള്ളി, ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ ഒരു ബോധം വന്നു, ശരിയാണ്, കൊള്ളത്തില്ലാന്ന്. പിന്നെ ഞാൻ ഓർത്തു എന്നാ ബ്ലാക്ക് കളർ മേടിച്ചിട്ട് ഹെയറിൽ അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കിത് ഈ അടുത്ത സമയത്ത് ഞാൻ ചെയ്ത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചൊരു സംഭവം ഈ ഹെയർ കളർ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഈ ഹെയർ കളറൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം 3-4 തവണ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വാഷ് ചെയ്തപ്പോഴത്തേനും ആ ഹെയറിന്റെ ആ ഒരു കളർ അങ്ങ് പോയി. ഞാൻ അടിച്ചപ്പോ ഉണ്ടായിരുന്ന കളർ അങ്ങ് പോയിട്ട് ഇപ്പൊ ഹെയറിന്റെ കളർ കുറെ കൂടെ കുറഞ്ഞു. ഇപ്പോഴത്തെ കളർ എനിക്ക് കുഴപ്പമില്ല, സെറ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയൊരു സംഭവം. അതാണ് വൺ തിങ് യു കാൻ സർവൈവ് വിത്തൗട്ട്. ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനമോ അങ്ങനെ ചോദിച്ചാ, ഓക്സിജൻ വെള്ളമൊക്കെ അല്ലേ. വെള്ളവും ഓക്സിജനും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനത്തെ സാധനങ്ങൾ ഇല്ലാണ്ടാണ് എന്താ ജീവിക്കാൻ പറ്റാത്തത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഫോൺ അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അഡിക്റ്റ് ഒന്നും അല്ല ഗൈസ്. പക്ഷെ എനിക്ക് രാവിലെ എണീക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഫോൺ വേണം. എനിക്ക് പറ്റത്തില്ലെങ്കിൽ. അപ്പൊ ഫോണാണ് എനിക്ക് അതില്ലാണ്ട് എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സംഭവം എന്റെ ഫോണാണ്. പക്ഷെ അത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആരും എനിക്ക് മെസ്സേജ് അയക്കാനൊന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഫോൺ എടുത്ത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അതെടുത്തൊന്ന് കുത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടാ. ഫോൺ ഫോണൊരു ഫോണൊരു വിഷയമാണ് ഗൈസ്. പക്ഷെ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണൊക്കെ ഇല്ലാത്തൊരു ടൈം സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തു പോയിട്ട് കളിക്കുന്നേയും അതേ കൂട്ട് എന്താ പറയാ, എന്റെ ഒരു 2012 ഒക്കെ നമ്മുടെ ആ ഒരു ഏജില്ലേ, അപ്പോ അന്നത്തെ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഫോണൊക്കെ വന്നതിന് ശേഷം എല്ലാരും മാറിപ്പോയി. ഇപ്പൊ ആരിനെ കൊണ്ട് ഫോണില്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. യാ, തള്ള വൈബ് ആവുന്നു. അത് മായിച്ചോളാം, മൊത്തം മായിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി എന്താ? എന്റെ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ആന്ന് പറയാം. എനിക്ക് എന്റെ സ്കിന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ ഓരോരോ ഫേസ് പാക്ക് ഒക്കെ വാരിയിട്ട് മുഖത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കൂടുതലും ചെയ്യുന്ന കാര്യം അതൊക്കെയാ. എന്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് പരീക്ഷിച്ച് നോക്കും. പിറ്റേന്ന് മുഖം നിറയെ കുരുവാവും. പിന്നെ കുരു പോവാനായിട്ടുള്ള അടുത്ത ശ്രമങ്ങൾ നടത്തും. ഇതൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഹോബീസ്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല ഗൈസ് എനിക്ക്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മെയിൻ പരിപാടികൾ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ എന്താ ചെയ്യുന്നേ ഡിയർ? സെന്റ് ജോൺസ് സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടോ? സെന്റ് ജോൺ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് മിസ്സിംഗ് ഒന്നും ഇല്ല. സെന്റ് ജോൺസിലെ ഏറ്റവും കൂടുതൽ സെന്റ് ജോൺസ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എന്താ എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ബിഗ്ഗസ്റ്റ് ഡ്രീം എനിക്കിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഡ്രീം ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോണോന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചാൽ ഞാൻ പറയും, അയ്യോ എനിക്ക് ഡോക്ടർ ആവണം, പോലീസ് ആവണം, നേഴ്സ് ആവണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഡ്രീം ഒന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോണോന്നേ ഉള്ളൂ. അപ്പ അമ്മ സുഖമാണോ? അതെ, പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും സുഖം. പപ്പേനെയും മമ്മീനെയും തിരക്കുന്നവരുടെ പപ്പേനെയും മമ്മീനെയും തിരക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്റെ ടോബിനെയും കൂടെ തിരക്കേണ്ടതാണ് നിങ്ങൾ. ഇത് കണ്ടോ, ഇത് വലിയൊരു സംഭവമാണ് കണ്ടോ. അടുത്ത എന്തുവാ, റിപ്ലൈ മീ, ലവ് യു, ഐ ജസ്റ്റ് കീപ് സപ്പോർട്ടിങ് യു, യു വിൽ അച്ചീവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ്, ബി ഇത് യു വിൽ അച്ചീവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ്, ഗോഡ് ബ്ലെസ് യു, ബെസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ പ്ലസ് ഷെയർ. ഇത് ആരോ എനിക്ക് അയച്ചത് എനിക്ക് അറിയത്തില്ല. എന്തായാലും എന്നെ കുറെ ഇഷ്ടപ്പെടുന്ന ആരോ ആണെന്ന് എനിക്കറിയാം. എനിവേ താങ്ക് യു സോ മച്ച്. ഇത് ആരാ അയച്ചെന്ന് എനിക്ക് അറിയാമേ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വല്ലതും വന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കരുത്. ഞാനാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കട്ടെ. എനിക്ക് ഇത് ആരാ അയച്ചെന്ന് അറിയാൻ വയ്യ. എനിക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ സംഭവങ്ങള്. സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഞാൻ പറയാം. പിന്നെ എന്നെ സെന്റ് ജോൺസിൽ വെച്ച് അറിയുന്ന ആരോ ആണെന്ന് എനിക്ക് മനസ്സിലായി. എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡു യു ടെക്സ്റ്റ് ദ മോസ്റ്റ്? ഞാൻ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ചെയ്യാറ്
ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും മിണ്ടിയിട്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല. ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ മെസ്സേജ് കണ്ട റിപ്ലൈ കൊടുക്കും. ബട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആരോടും അങ്ങനെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആണ്. ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാൻ ഭയങ്കര അലപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നത് ഞാൻ കൂടുതലും എനിക്കങ്ങനെ ഭയങ്കര എന്താ വലിയൊരു ഫ്രണ്ട് സൈക്കിൾ ഒന്നുമില്ല. എനിക്കങ്ങനെ വലിയൊരു എനിക്കങ്ങനെ വലിയൊരു എന്താ ഒരു ഫ്രണ്ട് സർക്കിൾ ഒന്നും എനിക്കില്ല. എനിക്ക് കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്റെ പപ്പ മമ്മി പിന്നെ കുറേ വർഷങ്ങൾ തൊട്ട് കമ്പനി ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഒരു 10 പേർക്ക് അകത്ത് അത്രേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ അവരിൽ ആരുടെ അടുത്തെങ്കിലൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും മെസ്സേജ് അയക്കാറ്. ഈ 10-15 പേരുടെ ഇടയിൽ കുറച്ച് ഇവരുടെ അടുത്ത് തന്നെ എനിക്ക് അങ്ങനെ എടുത്ത് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. എന്റെ ആ ഫ്രണ്ട് സർക്കിളിനകത്തുള്ള ഭയങ്കര ഭയങ്കര ചെറിയ ഫ്രണ്ട് സർക്കിളാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള എല്ലാവരുമായിട്ടും ഞാൻ ഭയങ്കര കമ്പനിയാണ്. ഞാൻ എല്ലാവരായിട്ടും കുറെ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ മമ്മിയായിട്ട് ഞാൻ എപ്പോഴും മമ്മിയായിട്ട് ഭയങ്കരമായിട്ട് ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ചാൽ മമ്മി ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചിലപ്പോൾ നോക്കിയില്ല വെച്ചാൽ മമ്മി എനിക്ക് സമാധാനം തരാതെ എനിക്ക് ഇങ്ങനെ ഡി 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നെ അന്നേരം തന്നെ കിടന്ന് കോൾ ചെയ്യും. അവസാനം ശല്യം സഹിക്കാൻ വയ്യാണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ മമ്മി എന്നോട് വീട്ടിൽ ഇരുന്ന് അങ്ങനെ വലിയ സംസാരം ഇല്ലെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എപ്പോഴും ഒന്ന് കോൾ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ എന്താ മെസ്സേജ് അയച്ചിട്ടിരിക്കും മമ്മി ഞാൻ തമ്മിൽ. അപ്പൊ മമ്മി ആയിട്ടാണ് കൂടുതൽ മെസ്സേജ് അയക്കാറ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു ഹാവ് എനി എക്സസോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മിക്ക കാര്യങ്ങളിലും പേടിയാണ്. അതെന്താ എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് കാര്യങ്ങളും എനിക്ക് ഭയങ്കര പേടിയാണ്. അത്രയ്ക്കും പേടിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെലന്തി ഭയങ്കര പേടിയാണ്. എനിക്ക് കുഞ്ഞിലോട്ട് ഇപ്പൊ വരേക്കും എനിക്ക് ചെലന്തിയെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ചെലന്തിയെ പിടിച്ച് ഞങ്ങൾ പുറത്തോണ്ട് വിടുന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചെലന്തിയെ. അതിനിങ്ങനെ കുറെ കാലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ നടന്ന് വരുന്ന കാണുമ്പോഴേ എനിക്ക് എന്തോ പറ്റത്തില്ല. ചെലന്തിയെ ഭയങ്കര പേടിയാ. അല്ലാണ്ട് പേടി എന്തുവാ? പിന്നെ ഹൈറ്റ് ഭയങ്കര പേടിയാ, വെള്ളം ഭയങ്കര പേടിയാ. എനിക്ക് പേടിയില്ലാത്ത സംഭവമൊന്നുമില്ല. വെള്ളം പേടിയായത് കാരണം കുളി പോലും ഇല്ല ഗൈസ്. അങ്ങനൊന്നല്ല, ചുമ്മാ ഞാൻ കുളിക്കൊക്കെ ചെയ്യും, വല്ലപ്പോഴൊക്കെ കുളിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇയാൾക്ക് കരുനാഗപ്പള്ളി IHRD കോളേജ് അറിയോ? പോളിടെക്നിക്? ഇല്ല ഗൈസ്. ഞാന് ഇവിടെ കൊല്ലത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീട്ടിന്റെ കുറച്ച് ചുറ്റുപാട് മാത്രമേ എനിക്ക് അറിയാവൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ യാത്രയൊന്നും അങ്ങനെ പോവാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. എനിക്ക് ഇവിടെ എന്റെ കൊല്ലത്ത് തന്നെയുള്ള എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കേണ്ടി വരും. അതാണ് എന്റെ അവസ്ഥ. എനിക്കറിയില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ്രോയിഡ് ഫോൺ വാട്സപ്പും ഐഫോൺ വാട്സപ്പും തമ്മിലുള്ള ഡിഫറൻസ് പറയാമോ? അയ്യോ, എനിക്കങ്ങനെ ഫോണിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ട് ഐഫോൺ എടുത്തത് അതിനകത്ത് വീഡിയോ എടുക്കാൻ അടിപൊളിയാണെന്ന് സംഭവം എനിക്കറിയാം. കാരണം എന്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഇരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഐഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് എടുക്കാൻ അടിപൊളിയാണ് കൈസ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഐഫോൺ എടുത്താണ്. എനിക്ക് അല്ലാണ്ട് ഈ ഐഫോണിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്കറിയത്തില്ല. എയർ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഈ ഇടയ്ക്കാണ് പഠിച്ചത്. ഈ ഇടയ്ക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ എയർ ഡ്രോപ്പ് എഴുതി തന്നപ്പോൾ ഞാൻ അന്തം വിട്ടു എന്താ സംഭവം എന്ന് അറിയാൻ വയ്യാണ്ട്. ഞാനിതൊക്കെ ഈ ഇടയ്ക്കാണ് അതൊക്കെ പഠിച്ചത്. അപ്പൊ എനിക്കങ്ങനെ ഭയങ്കര എനിക്ക് ഡിഫറൻസ് ഒന്നും അറിയത്തില്ല. വാട്സപ്പ് ഞാൻ ആൻഡ്രോയിഡിലും യൂസ് ചെയ്യാറുണ്ട്, ഇതിലും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഒക്കെ കാണാൻ പറ്റുന്നു വാട്സപ്പിനകത്ത്. നമ്മളിപ്പോ എന്തെങ്കിലും മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കാണിട്ടുണ്ടെങ്കിൽ അവർ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഐഫോൺ യൂസ് ചെയ്ത് ഇതുവരെ എനിക്ക് കാണാറില്ല. എനിക്ക് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നോ അങ്ങനെ എന്താണ് ഇപ്പോഴും കിടക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും അറിയത്തില്ല ഗൈസ്. രണ്ടും കൊള്ളാം. നമുക്ക് ചാറ്റ് ചെയ്യാം, സ്റ്റാറ്റസ് ആണ്, വോയിസ് കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഹായ്, ഐഫോൺ എങ്ങനെയുണ്ട്? ഐഫോൺ ക്യാമറ കാര്യത്തിലൊക്കെ ഞാൻ ക്യാമറേന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഓക്കെയാണ്. നല്ല രസമുണ്ട്, സുഖമുണ്ട്, സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചാർജ് കയറാൻ ഭയങ്കര പാടാണെങ്കിലും ഭയങ്കര വേഗത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ എന്താ ആൻഡ്രോയിഡ് ഐഫോൺ നല്ലതാണ് ഗൈസ്, എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു ഫോൺ എടുക്കണം മെയിൻ ആയിട്ട്. അത് ഞാൻ ആൻഡ്രോയിഡ് അല്ല ഐഫോൺ തന്നെ എടുക്കത്തുള്ളൂ. അതൊക്കെ വേറെ കാര്യം. ഞാൻ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഐഫോൺ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഐഫോണിനെ പറ്റിയുള്ള അഭിപ്രായം. നല്ലതാണ് ഗൈസ്, നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോൾ ഹൂ ഇസ് യുവർ വേഴ്സ്റ്റ് എനിമി? എനിമി എനിക്ക് എനിമി എനിക്ക് അങ്ങനെ എനിമീസ് ഒന്നും എനിക്കില്ല.
ഞാനെന്ന് വെച്ചാല് ഞാനിപ്പോ അലയ്ക്കുന്ന സമയത്ത് അങ്ങ് ഭയങ്കരമായിട്ട് അലക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആരിനോടും ഇപ്പൊ വഴക്കിട്ട് വെച്ചോ, ആ വഴക്കിടുന്ന ടൈമിൽ എനിക്ക് അവിടെ ജയിക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ആ വഴക്കിടുന്ന ടൈമിൽ അവിടെ എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും പറയും. ബട്ട് ആ പറയുന്ന ടൈമിൽ മാത്രമേ അതെന്റെ മനസ്സിൽ കാണൂ. അല്ലാണ്ട് പിന്നെ അതെന്റെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പിന്നെ നാളെ ആ ആളെ കാണുമ്പോഴത്തേനും അങ്ങനാ ഇങ്ങനെ അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല. നാളെ ഞാൻ കാണുമ്പോൾ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേ ചെന്ന് മിണ്ടും, എന്താന്നൊക്കെ ചോദിച്ചിട്ട് മിണ്ടും. പക്ഷെ വഴക്ക് ഇടുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ എനിക്ക് ജയിക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ എനിക്കങ്ങനെ എനിമിയൊന്നും ഇല്ല ഗൈസ്. ഞാൻ ഇനി ആർക്കെങ്കിലും എനിമിയാണോന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ എനിമീസ് ഒന്നും ഇല്ല. പിന്നെ മിണ്ടാണ്ടായ കുറെ പേരുണ്ട്. അത് ഞാനിങ്ങനെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ, അത് എനിമീസ് എന്നല്ല, ഞാൻ ഏറ്റവും എന്റെ അടുത്ത് നിർത്തിയ കുറച്ച് ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ മിണ്ടാണ്ടായ കുറെ പേരുണ്ട്. അവരല്ലാണ്ട് എനിക്ക് അങ്ങനെ എനിമീസ് അങ്ങനൊന്നും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കരഞ്ഞത് എപ്പോഴാ? ലാസ്റ്റ് ആയിട്ട് കരഞ്ഞത് ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ കരഞ്ഞു. അതെന്താന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഈ പീരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ഭയങ്കര മൂഡ് സ്വിങ്സ്. അപ്പം ഇന്നലെ ഞാൻ കരഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാൻ മമ്മീന്റെ അടുത്ത് തലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിറ്റേന്ന് രാവിലെ എനിക്ക് ദോശയും ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിലും ഇന്നലെ ഉറക്കം എണീറ്റപ്പോഴത്തേനും ഉച്ചയായി. ഉച്ചയ്ക്ക് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അപ്പം ഉണ്ടാക്കിയില്ല, ചിക്കനും ഉണ്ടാക്കിയില്ല. ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി ഞാൻ അങ്ങനെ കൂട്ടാറില്ല. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. എനിക്കിപ്പോ ചോറായിരിക്കുന്നു, എനിക്ക് ചോറ് കഴിക്കാനേ വേണ്ട. എനിക്കാണെങ്കിൽ അന്നേരം എനിക്ക് ദോശയോ അല്ല അപ്പോ വേണം. ഇത് രണ്ടിൽ എന്തെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. അങ്ങനെ മമ്മി അപ്പം ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞാൽ നേരെ റൂമിൽ വന്ന് കിടന്ന് ഞാൻ കരഞ്ഞ്. പിന്നെ ലാസ്റ്റ് പിന്നെ എന്റെ പപ്പ പോയിട്ട് അപ്പത്തിന്റെ ഒക്കെ മാവ് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ചുട്ട് കഴിച്ചു ഗൈസ്. അങ്ങനെ ലാസ്റ്റ് കരഞ്ഞത് ഇന്നലെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേനും, ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യലുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ ഫേസില് എനിക്ക് മറ്റേ എന്താ എനിക്ക് മറ്റില്ല ഇല്ലല്ല അതുണ്ടല്ല PCOD എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഫേസിൽ ഇങ്ങനെ ഇവിടെയൊക്കെ ഓവറായിട്ട് ഹെയർ വരാറുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് കളയും. പിന്നെ ഫേസിലെ ഹെയർ ഒക്കെ ഞാൻ എടുത്ത് കളയും. അത് എടുത്ത് കളയുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് കളയാറുണ്ട്. ചില സമയത്ത് ചില റേസേഴ്സ് എനിക്ക് പിടിക്കത്തില്ല. അപ്പോഴത്തേനും കുരുവൊക്കെ വരാറുണ്ട്. പിന്നെ അതിന്റെ പുറകെ ഞാൻ വേറെ ക്രീമൊക്കെ തേച്ച് ആ കുരുവിനെ കളയാൻ വേണ്ടി നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. വല്ലാത്തൊരു ജീവിതം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈറ്റ് ആൻഡ് വെയിറ്റ് കുഞ്ഞ. എന്റെ ഹൈറ്റ് 153 എന്തോ കണ്ടാണ്. വെയിറ്റ് ഞാൻ 43 or 44 അത്ര എന്തോ ഉള്ളൂ. ഏത് സബ്ജക്റ്റ് ആയിരുന്നു +1 എടുത്തത്? ഞാൻ സയൻസ് ആണ് എടുത്തത്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടെടുത്തൊന്നും അല്ല. പിന്നെ അന്നത്തെ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നത്തെ എന്റെ അടുത്തൊരു ഒരു രഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതിയായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ പോയിട്ട് സയൻസ് എടുത്തതാണ്. പക്ഷേ സയൻസിന്റെ ക്ലാസ് തുടങ്ങി ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, ഈ പുറമേ നടന്ന് പറഞ്ഞ ആരും എന്റെ കൂടെ കാണത്തില്ല, ഞാൻ മാത്രമേ ഈ സയൻസ് എടുത്ത് പെട്ടുള്ളൂ. അപ്പൊ ഞാൻ തന്നെ ഇനിയിപ്പോ അതിൽ കുത്തിയിരുന്ന് പഠിച്ചോളൂ എന്ന് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ജയിച്ചൊക്കെ പോയി ഗൈസ്. അതൊക്കെ വലിയ സംഭവമാണ്. സയൻസ് ആയിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. സയൻസ്, അയ്യോ. റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകാനായിട്ട് ട്രെയിനകത്തായിരുന്നു. അപ്പൊ എനിക്ക് അന്നേരമാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് പപ്പ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കല്ലു ഇപ്രാവശ്യം ഭയങ്കര വിജയ ശതമാനം കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പഴത്തേനും ഞാൻ ഉറപ്പിച്ച്, ഓഹോ പൊട്ടി തീർന്ന്. ഞാൻ അപ്പോഴേ ഉറപ്പിച്ച് ഇനിയിപ്പോ ഇല്ല. ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്ത്, നമുക്കൊരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ പോയിട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ നമുക്ക് അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ട്രെയിനിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിളിക്കാത്ത ദൈവങ്ങളെ ഒന്നും ഇല്ല. അദ്ദേഹം വിളിച്ച് നോക്കിയപ്പോഴത്തേന് എന്തായാലും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പാസ്സായി. നമുക്ക് ഇനി അടുത്ത് നോക്കാം. സയൻസ് കൊള്ളൂല, ബാക്കിയൊക്കെ സെറ്റാ. എന്റെ വോയിസ് അല്ല. ഇനിയിപ്പോ എന്റെ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ വന്നിട്ട് ഹലോ നിങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാൻ കൂടെ പറ്റത്തില്ല. എന്റെ വോയിസ് ഇതാണ്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെവിമ്പൂത്തിരിക്കുക. അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ്, എന്റെ വോയിസ് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീട്ടുകാരോട് പറയാത്ത ഒരു സീക്രട്ട്. അങ്ങനത്തെ ഒരു സീക്രട്ട്, ഞാൻ അത്യാവശ്യം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ വീട്ടുകാരോട് ഷെയർ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഞാൻ. പിന്നെ ആ സീക്രട്ട് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റത്തില്ല. കാരണം എന്റെ വീട്ടുകാരും ബന്ധുക്കാരൊക്കെ എന്റെ ചാനലൊക്കെ കാണുന്നവരാണ്. അപ്പൊ ഞാൻ ആ സീക്രട്ട് ഇപ്പൊ ഇതിനകത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ അറിയത്തില്ല. അത് വേണ്ട. അങ്ങനത്തെ സീക്രട്ട് ഒന്നും ഇല്ല ഗൈസ് എന്നൊക്കെ പറയാം.
ലോങ് വീഡിയോസിലെ സൗണ്ട് വോയിസ് ഒന്നല്ലേ? ലോങ് വീഡിയോസിലെ സൗണ്ടും വോയിസും വേറെയാണല്ലോ, ഷോർട്സിലെ വേറെയാണല്ലോ. ശരിയാണ്. അതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ ഒരു ലോങ് വീഡിയോ ആകുമ്പോഴത്തേനും ഞാനിപ്പോ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് നിങ്ങളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടും. കാരണം ലോങ് വീഡിയോ ആണ്, എനിക്ക് എത്ര വേണമെങ്കിലും മിനിറ്റ് ആക്കിയിട്ട് എനിക്കത് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ എനിക്കത് പറ്റും ലോങ് വീഡിയോ ആകുമ്പോൾ. ബട്ട് ഷോർട്സിൽ അങ്ങനെയല്ല, ആകെ നമുക്ക് 1 മിനിറ്റേ പറ്റത്തുള്ളൂ. അപ്പം ഈ 1 മിനിറ്റിനുള്ളിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് നിങ്ങളുടെ അടുത്ത് പറയണം. ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. കാരണം ഞാൻ ഇപ്പൊ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടു എന്ന് തന്നെ വെച്ചോ. അപ്പൊ ഞാൻ അതിനകത്ത് പല പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുങ്ങാന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ഇടയ്ക്കാക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ 1 മിനിറ്റ് കൊണ്ട് ഇത്രയും പറഞ്ഞു തീർക്കണമെന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് സ്പീഡിൽ നിങ്ങളോട് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോഴത്തേനും ഞാനെന്നല്ല ആരായാലും സ്പീഡിൽ ഇത് പറഞ്ഞു പോകുമ്പോഴത്തേനും നമുക്ക് ഈ എന്താ പറയാ, നമ്മളുടെ സംസാരം നമ്മളുടെ ഒരു ഭയങ്കര സ്പീഡായിട്ട് പറയുമ്പോഴത്തേനും നമ്മൾ വേറെ രീതിക്കായിരിക്കും നമ്മൾ സംസാരിക്കുക. അല്ലേ അല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നത്. ഇതിനകത്ത് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് പറയാണ്. ഞാൻ ഭയങ്കര നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ പറയാം. ബട്ട് ഒരു ഷോർട്സിലാകുമ്പോഴത്തെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല. കാരണം ആകെ 1 മിനിറ്റ് ഉള്ള വീഡിയോക്കകത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരത്തില്ല. അതുകൊണ്ട് പിന്നെ അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അല്ലാണ്ട് ബാക്കിയുള്ള സംസാരവും അതും ഇതൊക്കെ ബാക്കിയെല്ലാം ഒരേപോലെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇടുന്നതിന്റെ ഞാൻ പോയിട്ട് തൂക്കി എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീക്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എടുത്തോണ്ട് വരും. പിന്നെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എന്റെ ഒപ്പം നിന്ന് തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ പറ്റുന്നത്. അതിനൊക്കെ നിങ്ങളോട് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇതേ കൂട്ടി ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്ത കൂട്ട് നിങ്ങൾ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ ഞാൻ വേറെയൊക്കെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോ ഇത്തവണത്തേക്ക് ടാറ്റാ.